സിപിഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ട് PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചു. CPI കടുത്ത അമർഷത്തിലാണ്. ഇനി എന്താണ് CPI സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, നടപടിയെന്നാണ് ഉറ്റുനോക്കുന്നത്. സിപിഐയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് 12 മണിക്ക് ചേരുന്നുണ്ട്. കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് CPI വിദ്യാർത്ഥി സംഘടനയായ AISF. സംസ്ഥാന സർക്കാർ RSSനോട് സന്ധി ചെയ്തെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത്. വിവാദങ്ങൾക്കിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണും. PM ശ്രീ എന്ന് പറയുന്നത് NEPയുടെ ഭാഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഈ NEP എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർക്കുന്നത് ഈ രാജ്യത്തെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ്. ആ സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു തർക്കമുണ്ടായപ്പോൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനയെ വിളിച്ചൊരു യോഗം ചേരുകയും അതിൽ ABVP ഒഴികെ ബാക്കി മുഴുവൻ സംഘടനയും NEPയെ തെളിവുകൾ നിരത്തി എതിർത്തപ്പോൾ കൃത്യമായി ആ വിദ്യാസംഘടനകൾക്ക് തന്നൊരു ഉറപ്പ്, ഒരു കാരണവശാലും ഈ പറയുന്ന PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ രാത്രിയുടെ മറവിൽ അങ്ങ് ഡൽഹിയിൽ പോയി RSSുമായി സന്ധി ചെയ്ത നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ വിഷയത്തിൽ ASF സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ഇതിൽ നിന്നൊരു പുറമോട്ട് പോക്കില്ല. കാര്യം ഇത് എന്താ പറയുക, ഒരു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയത്തിന്റെ വ്യതിചലനമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു രീതിയിൽ ഒരു ചർച്ച പോലും ഇല്ലാതെ രണ്ടാമത്, അതായത് വിദ്യാർത്ഥി സംഘടനകളോട് ഉറപ്പ് നൽകിയാണ് ഒരു കാരണവശാലും നടക്കില്ല. ഇത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരു ചട്ടക്കൂടിൽ വിളിച്ചു നിർത്തി എല്ലാ തരത്തിലും ഗവൺമെന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടായത് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത്. അത് അംഗീകരിച്ച് ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതിഗുരുതരമായ ആരോപണമാണ്. CPM ഡൽഹിയിൽ പോയി RSSുമായി സന്ധി ചെയ്തു എന്ന് പറയുന്നത് LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ പോഷക വിദ്യാർത്ഥി സംഘടനയായ AISFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത് എത്ര കണ്ട് വലിയൊരു ഹോട്ട് സബ്ജക്റ്റായി മുന്നണിക്കകത്ത് പുകയുന്നുണ്ടെന്നതിന് ഇതിനും വലിയൊരു തെളിവ്. പരസ്യ പ്രതികരണങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നുള്ളത് കൂടെ തെരുവിലേക്ക് പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു AISF എന്ന് വേണം അതിനെ കണക്കാക്കാൻ. അപ്പോൾ ആ രണ്ട് വിഷയങ്ങളിലേക്ക് കൂടെ വരാൻ AISFിന്റെ പ്രതിഷേധം നോക്കണമൊപ്പം തന്നെ മുന്നണിക്കുള്ളിൽ ഇതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ആദ്യം സുനിൽ ഐസക്കിലേക്കാണ് പോകുന്നത്. സുനിൽ, നമുക്കറിയാം ഇവിടെ സംഭവിച്ചത്, നമുക്കറിയാം ഇപ്പോൾ മധുര പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം വരെ തള്ളിക്കളഞ്ഞതാണ് ഈ NEP. അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും CPIയുടെ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നറിയാം. പക്ഷെ ആ ഒരു എതിർപ്പിന് പോലും മുഖവിലേക്ക് എടുക്കാതെ, അല്ലെങ്കിൽ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടെന്ന് തന്നെ പറയാം, മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള മുന്നണി ബന്ധത്തിൽ അത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPI ഒരു കടുത്ത എതിർപ്പുമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട്? തെരഞ്ഞെടുപ്പ് കടുത്തിരിക്കുന്ന സമയം കൂടിയാണ്. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ടോ? അതോ ഇത്തരം രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് ശക്തമായ എതിർപ്പ് CPI രേഖപ്പെടുത്തുമ്പോൾ? അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഇനിയുള്ള CPIയുടെ തീരുമാനത്തെ നമുക്ക് എങ്ങനെ കാണാം, അതെങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം? ജിൽസി, സൈഫു, UDFിന്റെ ക്ഷണമൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും തിടുക്കപ്പെട്ട് CPI മുന്നണി വിട്ടു പോകും, അത്രമേൽ വലിയൊരു രാഷ്ട്രീയ നിലപാട് CPI സ്വീകരിക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്ക വയ്യ. നേരത്തെ ഒക്കെ ഉണ്ടായതുപോലെ തന്നെ ഒരുപക്ഷെ ഈ നിലപാടിനും CPI വഴങ്ങിക്കൊടുക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ CPI ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിനെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്നും പറയാനില്ല എന്നാണ്. അതായത് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തിയിരിക്കുന്നു. എന്തു പറയും? അണികളോടും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള സംസ്ഥാന നേതാക്കളടക്കമുള്ളവരോടും എന്തു പറയുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പോലും അവരുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിലില്ല എന്നതാണ് അവരിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ള ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊന്നും പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്തായാലും എക്സിക്യൂട്ടീവ് യോഗം കഴിയട്ടെ, അതിനുശേഷം വിശദമായി പ്രതികരിക്കാം എന്നാണ് തീരുമാനം. അതായത് കൂട്ടായി ആലോചിച്ച് മതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPIയുടെ നേതാക്കൾ, മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും 10:30 CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ. അതിനുശേഷം എന്ത് തീരുമാനം എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നോക്കൂ,
ഇവിടെ വലിയൊരു രാഷ്ട്രീയ വഞ്ചന ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നണി മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ശക്തമായ അഭിപ്രായമുണ്ട് CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർക്ക്. പക്ഷെ അവരാരും ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക്, പ്രതികരണത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അവിടെ വർഗബഹുജന സംഘടനകളുടെ നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ അത്തരം പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുന്നത്. അവരുടെ വിദ്യാർത്ഥി സംഘടന, അവരുടെ യുവജന സംഘടനാ നേതാക്കളൊക്കെ അതിശക്തമായ പ്രതികരണമൊക്കെ ഉയർത്തുന്നുണ്ട്. നേരത്തെ അവരുടെ യുവജന സംഘടനയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുന്നണി വിട്ടു പോരണം, മുന്നണിയിൽ നിന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകണമെന്നടക്കം സോഷ്യൽ മീഡിയയിൽ അടക്കം എഴുതിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ അവരുടെ യുവജന നേതാക്കൾ അടക്കമുള്ള ആൾക്കാർക്ക് അത്തരം അഭിപ്രായമുണ്ട്, ആശങ്കകളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ആ പ്രതിഷേധം അതേ അർത്ഥത്തിൽ, അതേ രീതിയിൽ സംസ്ഥാന നേതൃത്വം അത് ഏറ്റെടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഒരു അനുനയത്തിനുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. CPIയുടെ നേതാക്കളെ, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ബന്ധപ്പെടാനുള്ള ശ്രമം CPMന്റെ മന്ത്രിമാരടക്കമുള്ള, പ്രത്യേകിച്ച് വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ നടത്തുന്നുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് അവർ ഒരുപക്ഷെ CPI സംസ്ഥാന സെക്രട്ടറിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ വി ശിവൻകുട്ടി വിശദീകരിച്ചേക്കുമെന്ന അടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അക്കാര്യത്തിലേക്ക് ഒരു കൺഫർമേഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേ എന്തായാലും അനൌദ്യോഗികമായ ചർച്ചകൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്തായാലും പ്രതികരിക്കാം. സുനിൽ, എല്ലാം കഴിഞ്ഞുള്ള ഒരു അനുനയം എത്ര കണ്ട് ഫലം ചെയ്യുന്ന ഒന്നാണെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. സുനിൽ തുടരും. വിജിൻ വായന്തോട് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിജിൻ,